നമസ്കാരം പ്രിയമുള്ളവരെ. അന്താരാഷ്ട്ര ആണവ ഏജൻസി തലവൻ റാഫേൽ ഗ്രേസിയുടെ പ്രസ്താവനയാണ് മാധ്യമങ്ങൾ വളരെ പ്രാധാന്യത്തോടു കൂടി ഈ അവസരത്തിൽ ചർച്ച ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ പ്രസ്താവന വരികയാണ്, ഇറാന്റെ ആണവ നിലയങ്ങൾ അത് തകർക്കുവാൻ സാധ്യമല്ല എന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന വിശദമായി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. കാരണം അദ്ദേഹം പറയുന്നത് ഏകദേശം അരമൈലോളം താഴേക്കാണ് ഇറാന്റെ ആണവ നിലയങ്ങൾ. ഭൂമിയിൽ നിന്ന് അരമൈലേക്കോളം താഴേക്കാണ്. അത്രയും രഹസ്യമായിട്ടാണ് അവിടെ ആണവ പരീക്ഷണങ്ങളൊക്കെ നടക്കുന്നത്. അവിടേക്ക് ഒരു ആക്രമണം അപ്രാപ്യമാണ്. അത്തരം പ്രദേശങ്ങളുടെ ഡീറ്റെയിൽ കളക്ട് ചെയ്യുക ഇസ്രായേലിനെ സംബന്ധിച്ച് പ്രയാസകരമാണ്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇസ്രായേലിന് ലഭിക്കുന്നില്ല എന്ന രീതിയിൽ തന്നെയാണ് റാഫേൽ ഗ്രേസിയുടെ പ്രസ്താവന ഉണ്ടാകുന്നത്. അതായത് ഒരു ആക്രമണം നടത്തിയാൽ ഇറാന്റെ ആണവ നിലയങ്ങൾ തകർക്കുക ഇസ്രായേലിനെ സംബന്ധിച്ച് അപ്രാപ്യമാണ് എന്ന രീതിയിൽ തന്നെയാണ് റാഫേൽ ഗ്രേസിയുടെ പ്രസ്താവന വായിക്കുമ്പോൾ. അദ്ദേഹം ഫിനാൻഷ്യൽ ടൈംസിലാണ് ഈ അഭിമുഖം നൽകിയിരിക്കുന്നത്. അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, എന്തായാലും ഇസ്രായേലിന് ഇതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ, ഈ ആണവ നിലയത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇസ്രായേൽ ആ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചേക്കാമായിരുന്നു എന്നൊരു വിശകലനത്തിൽ തന്നെയാണ് ലോകമാധ്യമങ്ങൾ. കാരണം ഇറാന്റെ 5ഓളം ആണവ ശാസ്ത്രകാരന്മാരെയാണ് ഇസ്രായേൽ ഇറാനിൽ കടന്ന് കൊല ചെയ്തത്. അതുപോലെ ഇസ്മായിൽ ഹനിയെ പോലെയുള്ള ഹമാസിന്റെ നേതാക്കന്മാരെ ഒക്കെ ഇറാനിന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ കടന്ന് കൊല ചെയ്യുവാൻ കഴിഞ്ഞ ഇസ്രായേലിനെ സംബന്ധിച്ച് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡീറ്റെയിൽ ഉണ്ടായിരുന്നു. കാരണം ഈ അരമൈലോളം താഴെയുള്ള ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ധാരണ ഉണ്ടായിരുന്നെങ്കിൽ അത് തകർക്കുവാനുള്ള ശ്രമങ്ങൾ ചാരപ്രവർത്തനത്തിലൂടെ അല്ലെങ്കിൽ വ്യോമാക്രമണത്തിലൂടെ നടത്തിയേനെ. പക്ഷേ ഇസ്രായേൽ അതുമായി സംബന്ധിച്ച വിവരങ്ങളൊന്നും ശേഖരിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് റാഫേൽ ഗ്രേസിയുടെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയുക വളരെ പ്രയാസകരമാണ്. കാരണം അത് അരമൈലോളം താഴേക്ക്, ഭൂമിയിൽ നിന്ന് അരമൈലോളം താഴേക്കാണ് അത്തരം ആണവ കേന്ദ്രങ്ങൾ എന്ന പ്രസ്താവന കൂട്ടിയോജിപ്പിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. മറ്റൊന്ന്, ഫ്രാൻസിന്റെ നിശ്ചിതമായ വിമർശനം ഇസ്രായേലിനെതിരെ ഉണ്ടാകുന്നു. കാരണം ഇസ്രായേൽ നിരന്തരമായി ബെയ്റൂട്ടിൽ വ്യോമ ആക്രമണം നടത്തുകയാണ്. ഫ്രാൻസ് വളരെ ശക്തമായി തന്നെ പറയുകയാണ്, ലെബനനിൽ ഇസ്രായേലിന്റെ കടന്നുകയറ്റം അവസാനിപ്പിക്കുക, ലെബനനിൽ ഇസ്രായേൽ നടത്തുന്ന സൈനിക കേന്ദ്രങ്ങൾ ഉടനെ തന്നെ അവിടെ നിന്ന് മാറ്റുക തുടങ്ങിയ രീതിയിലുള്ള വളരെ ശക്തമായ പ്രസ്താവന ഫ്രാൻസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഫ്രാൻസിന് നമുക്കറിയാം, ഫ്രാൻസ് ഒരു കൊളോണിയൽ രാജ്യമാണെങ്കിൽ പോലും അതിൻ്റെ കോളനി ആയിരുന്ന രാജ്യങ്ങളോട് വലിയ ആത്മബന്ധം പുലർത്തുന്ന, വളരെ സത്യസന്ധമായ ബന്ധം പുലർത്തുന്ന ഒരു രാജ്യമാണ് ഫ്രാൻസ്. ഫ്രാൻസിന്റെ പഴയ കോളനിയായിരുന്നു ലെബനാനുമായി ഫ്രാൻസിന് നല്ല ബന്ധമാണുള്ളത്. ഇപ്പോൾ ഫ്രാൻസിന്റെ വളരെ ശക്തമായ ഒരു താക്കീത് ഇസ്രായേലിന് ഉണ്ടാകുന്നു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. മറ്റൊന്ന്, ഇസ്രായേൽ സൈനിക മേധാവി ഇയാൻ ഷമീറിന്റെ പ്രസ്താവന ഉണ്ടാകുന്നു. അടുത്ത 2.5 മാസത്തിനുള്ളിൽ ഗസയിലെ 75% തങ്ങളുടെ അധീനതയിലാക്കുക എന്നതാണ് തങ്ങളുടെ പുതിയ സൈനിക പ്ലാൻ എന്നുമായി ബന്ധപ്പെട്ട ഇയാൻ ഷമീറിന്റെ പ്രസ്താവന ഉണ്ടാകുകയാണ്. അപ്പോൾ നമുക്ക് ഒരു കാര്യം വ്യക്തമാണ്. കാരണം മാധ്യമങ്ങളും കേരളത്തിലെ ചില ഇസ്രായേലി വാഴ്ത്തുപാട്ടുകാരായ മാധ്യമങ്ങളൊക്കെ പറഞ്ഞത് ഗസയുടെ 75%-ലധികവും ഇസ്രായേലിന്റെ പിടിയിലാണ് എന്നാണ്. പക്ഷേ ഇപ്പോൾ ഇയാൻ ഷമീർ, ഇസ്രായേലിന്റെ സൈനിക മേധാവി, തന്നെ പറയുകയാണ് അടുത്ത 2.5 മാസത്തിനുള്ളിൽ ഇസ്രായേലി സൈന്യത്തിന്റെ മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത് ഗസയുടെ 75% പിടിച്ചെടുക്കുക എന്നാണ്. കഴിഞ്ഞ 1.5-2 വർഷമായിട്ട് അവിടെ ഇസ്രായേൽ സൈന്യം മുട്ടിട്ടടിക്കുകയാണ്. ഇപ്പോൾ കരയുദ്ധം തുടങ്ങിയതിനു ശേഷം ഇസ്രായേലി സൈന്യത്തിന് വലിയ പ്രഹരമാണ് കിട്ടുന്നത്. അതിനിടയ്ക്ക് ഈ 75% എന്ന ഇസ്രായേലിന്റെ വ്യാമോഹം എത്രത്തോളം പ്രായോഗികമാണ് എന്നത് സംശയം തന്നെയാണ്. മാത്രമല്ല നമ്മുടെ നാട്ടിലെ ചില മാധ്യമങ്ങളൊക്കെ പറയുന്നത് ഇസ്രായേൽ മിക്കപ്പോഴും ഗസയുടെ 75%-ഓളം പിടിച്ചെടുത്തു എന്നാണ്. പക്ഷേ ഇയാൻ ഷമീറിന്റെ പ്രസ്താവന തന്നെ സൂചിപ്പിക്കുന്നത് ഇസ്രായേൽ സൈന്യത്തിന്റെ മാസ്റ്റർ പ്ലാനാണ് അടുത്ത 2 മാസത്തിനുള്ളിൽ 75%-ഓളം ഗസ പ്രദേശവും പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. എന്തായാലും പശ്ചിമേഷ്യയുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ദയവായി ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.